ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു റെസിപ്പി കണ്ടു നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 4 ഗ്ലാസ് പച്ചരി എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഇതിനെ നമുക്കൊരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഞാനിത് 6 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച അരിയാണത്. 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കുതിർത്ത് വെക്കുക. ഇത് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നും ഉലുവയാണ് കേട്ടോ ഇത്. അരി എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അവിൽ കൂടെ ഇത് അരയ്ക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചാൽ മതിയാവും. ആദ്യം നമ്മൾ ഉഴുന്നും ഉലുവയും കൂടെ നല്ല നൈസായിട്ടൊന്ന് അരച്ച ശേഷം വലിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അരിൻ്റെ കൂടെ നമ്മൾ കുതിർത്തെടുത്ത 1 ഗ്ലാസ് അവിലും കൂടെ ചേർത്തിട്ട് അത് നല്ല നൈസായിട്ട് തന്നെ അരച്ചിട്ട് ഉഴുന്ന് മാവിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കട്ടിയായിട്ടൊന്നും അരയ്ക്കേണ്ട, ഇതുപോലെ ലൂസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞ ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതുപോലെ ലൂസായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവിനെ അതിൻ്റെ കറക്റ്റ് അളവായിട്ടുള്ള ഒരു മൂടി ഉപയോഗിച്ചിട്ട് അടച്ച് വെച്ച ശേഷം നമുക്കിതിനെ ഓവർനൈറ്റ് ഒന്ന് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നല്ല കട്ടിയായിട്ടുള്ള ടവൽ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഞാൻ ഓവർനൈറ്റ് പുളിക്കാനായിട്ട് മാറ്റി വെച്ച മാവിനെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റായിട്ടുള്ളൊരു പാത്രമായ കാരണം താഴെ വീണിട്ടില്ല. ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ല, ഐസ്ക്രീം പോലെയാണ് നമ്മളുടെ മാവ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് ദോശ ചുട്ടാൽ ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലെ നല്ല തിന്നായിട്ടുള്ള നെയ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആവശ്യമുള്ള മാവ് പുറത്ത് വെച്ച ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള നെയ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ തുടച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദോശ ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്കതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ദോശ ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിനെ സ്ലിമ്മിലിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിലും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദോശ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതാ നമ്മളുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, കല്ലിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ തിന്നായിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പതുക്കെ പൊട്ടിപ്പോവാതെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ മടക്കിയെടുക്കാം. കണ്ടില്ലേ, നെറ്റ് പോലെയാണ് നമ്മളുടെ ദോശ ഇരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ ദോശ തയ്യാറാക്കി നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്